കയ്പങ്ങൻ്റെ കയ്പ്പ് ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. ചില ആൾക്കാർ അതിന് വേണ്ടിയിട്ട് അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. ഈ എന്താ പറയുക, പനിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വായക്കൊക്കെ ഒരു കയ്പ്പ് വരുമല്ലോ. അങ്ങനത്തെ സമയത്ത് കഞ്ഞിയും കയ്പങ്ങ ഉപ്പേരിയും കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളെ വായൻ്റെ കയ്പ്പൊക്കെ പോകൂലേ. വായൻ്റെ കയ്പ്പ് പോയിട്ടാണോ ഇനി വായക്ക് എന്തെങ്കിലും സുഖം കിട്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ എൻ്റെ ഉപ്പാക്കൊക്കെ നല്ല പനിയൊക്കെ ഉള്ള സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ കയ്പങ്ങ ഉപ്പേരിയും കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു കയ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കയ്പങ്ങൻ്റെ ആ ഒരു കയ്പൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ. അപ്പോൾ ഇങ്ങനെ കയ്പങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് അവിടെ 2 കയ്പങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. പിന്നെ കയ്പങ്ങ കൊണ്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കും. തേങ്ങയൊക്കെ വറുത്തരച്ച് പുളിയൊക്കെ ചേർത്തിട്ട് ഇവിടുത്തെ അമ്മ ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനത്തെ കറി. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഒരു ദിവസം ഞാൻ അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കയ്പങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ വട്ടത്തിലാണെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഞാൻ അപ്പോൾ ചതുരത്തിലാക്കിയിട്ട് അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു സവാള കേട്ടോ, അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിൻ്റെ തൊലിയൊക്കെ കളയാൻ മടിച്ചിട്ട് സവാള കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കയ്പങ്ങ ഉണ്ടല്ലോ അതേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരിമുളകോ ഒക്കെ ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ആവി കയറിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു കയ്പങ്ങൻ്റെ കയ്പ്പ് ഒന്നിട്ട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങൻ്റെ നീര് പിന്നെ എന്ത് ഫുഡൊക്കെ ചേർക്കുകയാണെങ്കിലും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ ചെറുനാരങ്ങൻ്റെ നീര് നമ്മളിതിലേക്ക് ആക്കി കൊടുക്കുമ്പം കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനുള്ള കൂട്ടാൻ കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോര് കറി അതുപോലെ തന്നെ കയ്പങ്ങ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.